ഇവിടെ ഞാൻ CS സനീഷ് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെക്കുറിച്ചാണ്. പ്രണയകാലമല്ല, പ്രളയകാലം. കാരണം കേരളം ഒരാഴ്ച പ്രളയത്തിലായിരുന്നു. ആ പ്രളയത്തിൻ്റെ കെടുതികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ഏകദേശം ഒരാഴ്ച പിന്നിടുന്ന ഈ വേളയിൽ ആ പ്രളയത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും മോചനം നേടുന്ന ഒരു സ്ഥിതിയല്ല കേരളത്തിൻ്റേത്. ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ്. വെള്ളപ്പൊക്ക കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേളൂർ ആണ് എൻ്റെ ദേശം. തൊട്ടടുത്ത പ്രദേശമായ തിരുവാർപ്പ്, കുമരകം, കാഞ്ഞിരമടക്കം, അയ്മനമടക്കം, ആർപ്പൂക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക കെടുതികൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ഈ 2018 കൂടുതൽ വെള്ളമാണ് ഈ പ്രളയത്തിലുണ്ടായത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒരാഴ്ചയായിട്ട് പോലും വെള്ളം ഇറങ്ങുന്ന സാഹചര്യം ഇല്ല. വലിയ കെടുതികളാണ്. ഇന്നും ആ കെടുതികൾക്കൊരു അറുതി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഓരോ വർഷം വർദ്ധിക്കുന്നതല്ലാതെ കുറവുണ്ടാകുന്നില്ല. അപ്പോൾ അതിന് ഒരു സ്വാഭാവികമായ രീതിയിൽ ഒരു നമുക്ക് ഒരു പദ്ധതി ഉണ്ടാവണം. ആ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഈ നാടിനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം സ്വാഭാവികമായി ഈ വലിയ ഉണ്ടാകുന്ന മഴയല്ല, അസ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയ മേഘസ്ഫോടനങ്ങൾ പോലുള്ള മഴയും പേമാരിയും ഉരുൾപൊട്ടലുമെല്ലാം ആ ഒരു ഉരുൾപൊട്ടലിൽ വരുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള നിലങ്ങളുണ്ടാകുന്നില്ല, തോടുകളില്ല, നദികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൽ മണലുകൾ ആണെങ്കിൽ അത് വാരി മാറ്റണം. കായലുകളിലെ ആഴം കുറയുന്നു, ആ കായലിന് ആഴം വർദ്ധിപ്പിക്കണം. പഴുക്കാനില കായലാണെങ്കിൽ അത് തെളിക്കണം, അതിനെ മണൽ മാറ്റണം. പിന്നെ ഈ നിലനിർത്തലാണെങ്കിൽ അത് നമുക്ക് തടഞ്ഞുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ജലാശയങ്ങളും തോടുകളും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് പുനർജനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വരുംകാല തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മുന്നിലെ തലമുറ നമുക്ക് നൽകിയ ഈ മനോഹരമായ ഈ നാടിനെ ഇതിൻ്റെ ഒരു തെല്ലും നാശമില്ലാതെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നന്നായി തിരിച്ചു നൽകേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കമല്ല, ഈ വളരെ ഭീകരമായ ഈ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ഈ നാടിനെ രക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അപ്പോൾ വരുംകാല പ്രളയങ്ങളിൽ നിന്ന് നമുക്ക് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒഴുക്കുണ്ടാവണം. ആ രീതിയിൽ എല്ലാവരുടെയും ചർച്ചകൾ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിന് വിദഗ്ധരായ ആളുകൾ നമ്മുടെ എല്ലാം കൂടെയുണ്ട്. അവരെല്ലാം മുൻനിർത്തിക്കൊണ്ട് വലിയ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നാടിനെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളും സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.